ഇന്നലെ ഈ വാർത്ത വലിയ വിവാദമായതിന് പിന്നാലെ പി ജയരാജൻ മാധ്യമങ്ങളെ കാണുന്നു. ഇതെന്റെ പുസ്തകമല്ല, എനിക്കൊരു കരാറുമില്ല, ഞാൻ DC ഇതിന്റെ പ്രസാധനം ഏൽപ്പിച്ചിട്ടില്ല, ഞാൻ എഴുതിക്കൊണ്ടേയിരിക്കുന്നേ ഉള്ളൂ, ഈ കണ്ടന്റ് എന്റേതല്ല എന്ന് അദ്ദേഹം അസന്നിഗ്ധമായി പറയുന്നു, സംശയലേശമന്യേ വ്യക്തമാക്കുന്നു. അങ്ങനെ അത്ര ഉറച്ച ബോധ്യത്തോടെ പിക്ക് പറയാൻ കഴിയുന്നിടത്താണ് DC പിന്നാക്കം പോകുമ്പോൾ എന്തുകൊണ്ട് കൃത്യത വരുത്തുന്നില്ല എന്ന ചോദ്യം ഉയരുന്നത്. പക്ഷേ സ്വാഭാവികമായും മറ്റു ചില ചോദ്യങ്ങൾ കൂടി ഉണ്ടാകും. കാരണം ഇങ്ങനെ ഒരു പുസ്തകം, ഇങ്ങനെ ഒരു കണ്ടന്റ്, ഇത്ര സ്ഫോടനാത്മകമായ ഒരു കണ്ടന്റ് അങ്ങനെ എടുത്ത് പ്രയോഗിക്കേണ്ട രാഷ്ട്രീയ താല്പര്യം ഒരു സ്ഥാപനത്തിലില്ല, ഇത്രയേറെ പാരമ്പര്യമുള്ളൊരു സ്ഥാപനത്തിന് ഉണ്ടാവുകയില്ല. സ്വാഭാവികമായി ഒരു വിശ്വാസ്യതയുമില്ലാതെ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കരാറുമില്ലാതെ ഇത്ര രാഷ്ട്രീയ പ്രാധാന്യമുള്ളൊരു കണ്ടന്റ് ഒരു തെരഞ്ഞെടുപ്പ് ദിനത്തിൽ പുറത്തുവിടാനുള്ള തീരുമാനം അങ്ങനെ അത്ര നിഷ്കളങ്കവും സ്വാഭാവികമായും എടുക്കില്ല, കയ്യേൽക്കില്ല തുടങ്ങിയ കാര്യങ്ങൾ, അങ്ങനെ പലതും. ഒരു ഗൂഢാലോചനയുണ്ട്. ഗൂഢാലോചനാ കാര്യത്തിൽ തന്നെയാണല്ലോ പി ജയരാജൻ അന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുന്നതും അതിപ്പോൾ പ്രത്യേക സംഘത്തെ ഏൽപ്പിച്ചിരിക്കുകയും ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ആ ഗൂഢാലോചന എവിടെ നിന്ന് വന്നു? മധു, കേരളത്തിലെ പൊതുപ്രവർത്തകർക്കിടയിൽ ഏറ്റവും നിഷ്കളങ്കനായ വ്യക്തിത്വമാണ് പി ജയരാജൻ. ഞാൻ അദ്ദേഹത്തെ വിലയിരുത്താൻ ആഗ്രഹിക്കുന്നത് കേരളത്തിലെ പൊതുപ്രവർത്തകരുടെ ഇടയിലെ ഇത്രയും നിഷ്കളങ്കനായ ഒരു വ്യക്തിയാണെങ്കിൽ പോലും അദ്ദേഹം കരുത്തനായ ഒരു കമ്മ്യൂണിസ്റ്റാണ് എന്ന് പലപ്പോഴും കേരളത്തിന് തോന്നിയിട്ടില്ല എന്നുള്ളൊരു വസ്തുത കൂടി മറച്ചു വെക്കാനാവില്ല. പലപ്പോഴും അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ, ചെയ്തികൾ പാർട്ടിയെയും ഇടതുപക്ഷത്തെയും പലപ്പോഴും പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. അദ്ദേഹം നടത്തിയിട്ടുള്ള ഇടപെടലുകൾ അങ്ങനെ പ്രതിസന്ധിയുടെ കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് ഉപതെരഞ്ഞെടുപ്പ് വേളയിൽ അദ്ദേഹത്തിൻ്റെ 179 പേജ് വരുന്ന PDF ഫയൽ പ്രത്യക്ഷപ്പെടുന്നത്. ഇതൊരു സ്വാഭാവികമായി സംഭവിച്ചതല്ല എന്നുള്ളത് ഏത് അരിയാഹാരം കഴിക്കുന്നവർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അദ്ദേഹം പറയുമെന്ന് ആഗ്രഹിച്ചിരുന്നത്, അദ്ദേഹം എഴുതുമെന്ന് ആഗ്രഹിച്ചിരുന്നത് ഇങ്ങനെ പുറത്തു വന്നുകൊണ്ട് രാഷ്ട്രീയ വിവാദത്തിന് കൊടുമുടിയിലേക്ക് എത്തിക്കുമ്പോൾ കൃത്യമായി ഇതിലൊരു ഗൂഢാലോചനയുണ്ട്. ഇത് ആർക്ക് ലാഭം കൊയ്യുന്നു എന്നുള്ളിടത്താണ് ഈ ഗൂഢാലോചനയുടെ വിരലുകൾ എത്തി നിൽക്കുന്നത്. ആർക്കാണ് ഇത്തരത്തിൽ ഇങ്ങനെ പറയുന്നത് കൊണ്ടും അദ്ദേഹം സ്വയം വിമർശനപരവും പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ ഉൾക്കൊള്ളിക്കുന്ന 179 പേജ് വരുന്ന ഒരു ആത്മകഥാ ഭാഗം പുറത്തുവിടുമ്പോൾ ലാഭം ആർക്കാണ് എന്നുള്ളതാണ്. അത് ഇന്ന് അസന്നിഗ്ധമായി പറഞ്ഞിട്ടുണ്ട്, തൻ്റേതല്ല, ഇതിൽ ഗൂഢാലോചനയുണ്ട്. ഗൂഢാലോചനയുടെ വക്താക്കൾ എന്ന് പറയുന്നത് കോൺഗ്രസ് ആണെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. ഇതിൽ അദ്ദേഹം അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒരു പ്രസാധകനും ഇപ്പോൾ ഇവിടെ സൈന്ധവ ബുക്സിൻ്റെ അജിത്തൊക്കെ ഉണ്ട്, അജിത്തിനൊക്കെ തന്നെ വളരെ കൃത്യമായിട്ട് അറിയാം, തങ്ങളുടെ പുസ്തകത്തിൻ്റെ പ്രൊമോഷന് വേണ്ടി പുസ്തകത്തിൻ്റെ ഭാഗങ്ങൾ ഏതെങ്കിലും 1-2 ഭാഗങ്ങൾ ഒരുപക്ഷെ പ്രസിദ്ധീകരിക്കുക അല്ലെങ്കിൽ പുസ്തക പ്രസാധനത്തിന് മുമ്പേ പുറത്തുവിടുക എന്നൊക്കെ പല ഘട്ടങ്ങളിലും പല പ്രസാധകരും ചെയ്തു വരുന്ന കാര്യമാണ്. പക്ഷേ ഒരു പ്രസാധകനും തൻ്റെ പുസ്തകത്തിൻ്റെ സിംഹഭാഗവും പുറത്തുവിട്ടുകൊണ്ട് അങ്ങനെ ഒരു പ്രചരണ പരിപാടിക്ക് തുടക്കം കുറിക്കും എന്ന് കരുതാനാവില്ല. പ്രത്യേകിച്ച് DC പോലെ പരിണിത പ്രജ്ഞരായ പുസ്തക പ്രസാധന രംഗത്തുള്ള ഒരു പുസ്തക സ്ഥാപനം ഒരിക്കലും അങ്ങനെ ചെയ്യുമെന്ന് കരുതാനാവില്ല. അപ്പോൾ ഇതിൽ കൃത്യമായി മറ്റേതോ ഭാഗത്തു നിന്നുള്ള ഗൂഢാലോചനയുണ്ട്. തിരുത്തി എഴുതാൻ ഏൽപ്പിച്ച, എഡിറ്റ് ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുള്ള ഒരു മാധ്യമപ്രവർത്തകൻ, ആ മാധ്യമപ്രവർത്തകന്റെ ഭാഗത്തു നിന്നും അത് ഒരു എഴുത്തുകാരനും പ്രസാധകനും ഇടയിൽ നടത്തുന്ന ഈ പറയുന്ന കണ്ടന്റ് കൈമാറ്റത്തിൽ എങ്ങനെയാണ് ഒരു ബാഹ്യശക്തിക്ക് ഇടപെടാൻ കഴിയുന്നത്? ഇപ്പോൾ കോൺഗ്രസ് ആണ് ഈ ഗൂഢാലോചന, കോൺഗ്രസ് ആണ് ഇത് പുറത്തുവിട്ടതെങ്കിൽ എങ്ങനെ DC-ക്ക് കൊടുത്ത പുസ്തകത്തിന്റെ കണ്ടന്റ് കോൺഗ്രസിന്റെ ഭാഗത്തേക്ക് എത്തുന്നു എന്നുള്ളത്? ഇനി അങ്ങനെയാണെങ്കിൽ തന്നെ ഇത് എഴുതിയതാകണമല്ലോ. അല്ല മധു, ഇതിൽ ഈ കണ്ടന്റിനെ സംബന്ധിച്ച് തന്നെ ഡിസോൺ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെതല്ല, അദ്ദേഹം അങ്ങനെ ഒരു അഭിപ്രായം എഴുതിയിട്ടില്ല. അതിനും അപ്പുറം അദ്ദേഹം പറഞ്ഞു വെച്ചത് DC ഇതുമായി ബന്ധപ്പെട്ട് ഒരു കരാറും താനുമായി ഏർപ്പെട്ടിട്ടില്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ ഇതൊരു വലിയ വിവാദത്തിലേക്കാണ് പോകുന്നത്. ഇവിടെ DC ആണ് മറുപടി പറയേണ്ടത്. DC ഒരു പുസ്തക പ്രസാധന സ്ഥാപനം എന്ന നിലയിൽ ആ പ്രസാധകൻ ഇക്കാര്യത്തിൽ നിശ്ചയമായും പങ്കുണ്ട്. ഇത് സംബന്ധിച്ചിട്ടുള്ള ദുരൂഹതകൾ നീക്കുന്നതിനും ഇത് സംബന്ധിച്ചിട്ടുള്ള ഗൂഢാലോചനകളെ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിൽ അവർക്ക് അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ അത് പറയുന്നതിന് ആവശ്യമായിട്ടുള്ള നിലപാട് സ്വീകരിക്കേണ്ടത് DC ബുക്സ് ആണ്. ഇവിടെ DC ബുക്സിന്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിൽ ഒരു നിലപാടും വന്നില്ല. ഞാൻ മനസ്സിലാക്കുന്നത് ശ്രീ രവി DC ഇപ്പോൾ വിദേശത്ത് ആണ് എന്നുള്ളത് കൊണ്ട്
അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ. അതായത് ആദ്യം ഈ പ്രകാശന ചടങ്ങ് മാറ്റിവെക്കുന്നു, അതിന് നിർമ്മിതിയിലെ സാങ്കേതിക പ്രശ്നം എന്നാണ് അവർ ന്യായം പറയുന്നത്. വിശ്വാസത്തിലെടുക്കാനോ കേട്ടുകേൾവിയുള്ളതോ അല്ല ഇത്. അതായത് ഇന്ന് പ്രസിദ്ധീകരിക്കുമെന്ന് പറയുന്ന ഒരു പുസ്തകം അത് നിർമ്മിതിയിലെ സാങ്കേതിക തകരാർ എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റിവെക്കുക എന്ന് പറയുന്നത് തീർച്ചയായും അതുകൊണ്ടല്ല. അതുണ്ടാക്കാവുന്ന അല്ലെങ്കിൽ ഉണ്ടാക്കിയിരിക്കുന്ന വിവാദം അതിന്റെ ഒരു ഗ്രാവിറ്റി കണക്കിലെടുത്ത് തന്നെയാണ് എന്നത് വ്യക്തമാണ്. രണ്ടാമത് അത് വിവാദമായതോടെ സമൂഹ മാധ്യമങ്ങൾ അത് ഏറ്റുപിടിച്ചതോടുകൂടി അതിന്റെ കമന്റ് ബോക്സ് പൂട്ടിവെക്കുന്നു. അതിന് ആദ്യത്തെ ഒരു വിശദീകരണത്തിനൊപ്പം പറയുന്നൊരു കാര്യം ഇതിന്റെ കണ്ടന്റ് പുറത്തു വരുമ്പോൾ മനസ്സിലാകുമെന്നുള്ളത് മാത്രമാണ്. ഈ പറഞ്ഞത് മാത്രമാണ് തങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട നിലപാട് എന്ന് ഇന്ന് രവി DC പറയുകയാണ്. അപ്പോൾ പിന്നാക്കം പോകേണ്ടി വന്നത് ഈ പ്രസിദ്ധീകരണ സ്ഥാപനമാണ് എന്നുള്ളത് കൊണ്ട് EP ഒരു മേൽക്കൈയുണ്ട്. പക്ഷേ അത് 20-ാം തീയതിക്ക് ശേഷവും തുടരുമോ എന്നുള്ളതാണ്. അല്ല, EP തൻ്റെ ആത്മകഥ എഴുതിക്കൊണ്ടിരിക്കുന്നു എന്നാണ് അദ്ദേഹം ഇന്ന് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളെ വിശ്വസിക്കാനാണ് പാർട്ടിയും ആഗ്രഹിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളെ പാർട്ടി വിശ്വസിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായും അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് വിശ്വസിക്കുക മാത്രമേ നമുക്കിപ്പോൾ തരമുള്ളൂ. അദ്ദേഹം 20-ാം തീയതിക്ക് ശേഷം വീണ്ടും ഈ ആത്മകഥയിൽ ഈ പരാമർശങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വീണ്ടും ഈ ആത്മകഥ പ്രസിദ്ധീകരിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അദ്ദേഹം വളരെ കൃത്യമായി ഇക്കാര്യത്തിലുള്ള നിലപാട് പറഞ്ഞു. സരിനെ സംബന്ധിച്ചിടത്തോളം സരിൻ സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെതായി വന്ന അഭിപ്രായം നാം കേട്ടതാണ്. പക്ഷേ അദ്ദേഹം ഇന്ന് പറഞ്ഞിട്ടുള്ള അഭിപ്രായം അതിന് ഘടകവിരുദ്ധമായിട്ടുള്ളതും പാർട്ടിയുടേതും അദ്ദേഹത്തിൻ്റെതുമായ നിലപാട് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ സ്വാഭാവികമായും അദ്ദേഹം എഴുതിയിട്ടുണ്ടെന്നോ അതിലെ അദ്ദേഹം പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്നോ പറയുന്ന ഒരു പരാമർശവും ചടങ്ങിൽ EP ഈ പറയുന്ന അവസരവാദി എന്നുള്ള വിളിക്കൊക്കെ അപ്പുറത്തേക്ക് അദ്ദേഹത്തിന്റെ ത്യാഗനിർഭരമായ ചരിത്രമൊക്കെ പറഞ്ഞു വെക്കുന്നുമുണ്ട് EP എന്നുള്ള